ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബന്നും നമ്മുടെ നല്ല അടിപൊളി ചായ ഇല്ലേ, മസ്ക ബന്നിൻ്റെ കൂടെ കഴിക്കാനുള്ള ഇറാനി ചായ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഒന്ന് ഞാനും ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മസ്ക ബന്നിന് വേണ്ടി നല്ല സോഫ്റ്റ് നമ്മളെ ബേക്കറി ബൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്, കണ്ടൻസ് മിൽക്ക്, വാനില എസൻസ്, പിന്നെ ഇറാനി ചായ ഉണ്ടാക്കാൻ ഏലക്കായ, ഒന്ന് ഇഞ്ചി ചതച്ചത്, ചായപ്പൊടി വേണം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പാത്രം എടുത്തിട്ടുണ്ട്, ചായ ഉണ്ടാക്കാനുള്ള പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വറ്റിച്ചെടുക്കണം നമുക്ക്. അതിലേക്ക് ഇതാ ഏലക്കായ ഉണ്ട്, പട്ട ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പൂവിൻ്റെ പട്ടയില്ലേ അത് ഇട്ടിട്ടുണ്ട്, ഒരു ഇഞ്ചിയും ചതുക്കി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കടുപ്പത്തിൽ ചായപ്പൊടി വേണം. ഇതിന് നല്ല കടുപ്പം വേണം ഈ ചായക്ക്. അപ്പോൾ ഞാൻ 2 സ്പൂണാണ് ഇടുന്നത്. ചായപ്പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. നല്ല കടുപ്പത്തിൽ ചായ വേണം. അതുകൊണ്ട് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് തിളപ്പിക്കാൻ. അപ്പോൾ ആവശ്യത്തിന് മധുരവും നമുക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാര കുറച്ച് പഞ്ചസാര ഞാൻ ഇടുന്നു. ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചായക്ക് ഇടുന്നുണ്ട്. ഇറാനി ചായ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് പഞ്ചസാര ഇട്ടു. ഒരുപാട് ഇട്ടിട്ടില്ല, ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഗ്യാസ് കത്തിച്ചിട്ട് വെക്കട്ടെ. അപ്പോൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഇറാനി ചായക്കുള്ളത് ഇവിടെ റെഡിയായി. അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചിട്ട് ഇത് ഇവിടുന്ന് പതക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് തിളക്കട്ടെ. ഇവിടെ നെൽക്കൂട്ടി അടച്ചു. ഓക്കെ, അപ്പോൾ അതായിരുന്നു തിളക്കട്ടെ. അപ്പോൾ ചായ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ബണ്ണാക്കാനുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള ബട്ടർ അതേപോലെ നമുക്ക് അടച്ചു വെക്കാം. അമൂലിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ ഇതിനെ അതേപോലെ അങ്ങോട്ടേക്ക് നമുക്ക് എടുത്ത് വെക്കാം. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. ഇവരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ കൊണ്ടാക്കാം. അപ്പോൾ ഇതിനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ആക്കട്ടെ. ഇതിനെ നല്ലോണം നമുക്ക് ഉടച്ചെടുക്കണം. നല്ല വെള്ളം പോലെ ആക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ സ്റ്റൈൽ. നല്ല ക്രീം പോലെ ആയി കിട്ടും. കണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. വരൂ ഒഴിച്ചോളൂ. പോരട്ടെ, കുറച്ചും കൂടി വേണം. തീരെയില്ല, അത് കുറച്ചുകൂടി പോരട്ടെ. അതന്നെ, അങ്ങനെയാണ് വരേണ്ടത്. അതന്നെ, കുറച്ചുകൂടി വരട്ടെ. ഓക്കേ. അപ്പോൾ അതാ വന്ന് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ.
നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം. മതി, കുറച്ച് മാത്രം മതി. കുറച്ച് ഏലക്കായേൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഏലക്കായ പൊടിച്ചത് എടുക്കുന്നില്ല. ഓക്കെ, അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. നല്ല ക്രീമി പരുവത്തിലായില്ലേ, കണ്ടോ? ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ ചായ ആയോ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ബന്നെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മുറിക്കട്ടെ. ബന്നിന് ഇതാ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ക്രീം എടുത്തിട്ട് പുരട്ടി കൊടുക്കാം. കുറേശ്ശെ എടുത്തിട്ട് 2 ഭാഗത്താക്കിയിട്ട് പുരട്ടി കൊടുക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇല്ലേ, കണ്ട ഇതേപോലെ പുരട്ടി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അടക്കുക. എന്നിട്ട് ഈ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ നമ്മളെ അടിപൊളി ബൺ ഇത് ഇവിടെ റെഡിയായി. മസ്ക ബൺ കണ്ട, നല്ല സൂപ്പറായിട്ടില്ലേ? അപ്പോൾ എല്ലാം ഞാൻ അതേപോലെ ആക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാട്ടയിലേക്ക് ഞാൻ ഒഴിക്കട്ടെ. ഇനി നമുക്ക് പാല് കാച്ചാം. അപ്പോൾ ഇതാ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ പാലിൻ്റെ അകത്തേക്ക് കാണുന്നുണ്ടോ, കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടാണ് ഇത് കുറുക്കിയെടുക്കണ്ട ഈ പാലിനെ. ഇതന്നെ പരിപാടി. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. അപ്പോൾ പാലും കണ്ടൻസ് മിൽക്കും എല്ലാം കൂടിയാകുമ്പോൾ നല്ല കുറുകി വരും പാല്. എന്നിട്ടാണ് നമ്മളെ ഈ ഇറാനി ചായയിലേക്ക് ഇതൊഴിച്ച് കൊടുക്കേണ്ടത്. കണ്ട, അപ്പോൾ തീ സിമ്മിലാക്കട്ടെ. മതി, ഇത്രയും മതി. അപ്പം നല്ലോണം ഇളക്കിയിട്ട് ഇത് കുറുകി വരട്ടെ ഈ പാല്. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ടാണ് നമ്മളെ ഇറാനി ചായയിലേക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പാല് കുറുകി വന്ന് ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. പാല് നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാനുള്ള ചായ വെച്ചത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇറാനി ചായ ഞാൻ ഒഴിച്ച് ഇനി പാലൊഴിച്ച് കൊടുക്കട്ടെ. നല്ല അടിപൊളി ചായ, നമ്മളെ ഇറാനി ചായ ഇതാ ഇവിടെ റെഡിയായി. മസ്ക ബന്നും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം. മസ്ക ബന്ന് ഞാനൊന്ന് മുറിക്കട്ടെ. അടിപൊളിയായിട്ട് കണ്ടില്ലേ? അപ്പം ഞാനിത് കഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ കഴിച്ച് കാണിച്ചു തരാം. നമ്മളെ മസ്ക ബന്നും ഇറാനി ചായയും ഈ ചായയിൽ മുക്കിയിട്ടാണ് ഇത് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട്, ഞാനൊന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാവ്, സൂപ്പർ. വെറുതെയല്ല ഇത് ട്രെൻഡിങ് ആയിട്ടുണ്ടാവുക. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ.
ഇറാനി ചായ ഒന്ന് കുടിച്ചു നോക്കട്ടെ. വാവ്, അടിപൊളി. ആവശ്യത്തിന് മാത്രമേ മധുരമുള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇപ്പോൾ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ വിഭവം. ഓക്കെ, ബൈ.